നമസ്കാരം. മാറഞ്ചേരി ന്യൂസിൻ്റെ സ്ഥാനാർത്ഥികളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം 10ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി നാസർ മാഷാണുള്ളത്. 10ാം വാർഡിലെ വികസനത്തെ പറ്റി നാസർ മാഷിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കഴിഞ്ഞ 2020-25 കാലഘട്ടത്തിൽ വളരെ അധികം വികസനങ്ങൾ നടന്നൊരു വാർഡാണ് ഞങ്ങളുടെ 10ാം വാർഡ് താമരശ്ശേരി. അപ്പോൾ അവിടെ ആദ്യമായിട്ട് വന്നത് ഒരു അംഗൻവാടിക്ക് സ്വന്തമായൊരു കെട്ടിടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂളത്ത് മജീദ് സാഹിബിൻ്റെ സ്മാരകമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ കൂളത്ത് മജീദ് സാഹിബ് സംഭാവന ചെയ്ത 3 സെൻറ്റ് സ്ഥലത്താണ് പുതിയ അംഗൻവാടിക്ക് പുതിയ കെട്ടിടമുണ്ടായത്. അത് ഞങ്ങളുടെ വാർഡിൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അതിൻ്റെ പൂർത്തീകരണം വാർഡിന് വളരെ സന്തോഷകരമായ ഒന്നാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് റേഷൻ വാങ്ങണമെങ്കിൽ ഞങ്ങൾ മാറഞ്ചേരി സെൻറ്ററിലുള്ള റേഷൻ കടയെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. റേഷൻ സാധനങ്ങളെക്കാൾ കൂടുതൽ വില കൊടുത്ത് വാടക കൊടുത്തുകൊണ്ട് ഓട്ടോറിക്ഷയിൽ പോയി റേഷൻ വാങ്ങേണ്ട ഒരു പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ വാർഡിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തന ഫലമായിട്ട് വാർഡിൽ ഒരു റേഷൻ കട വന്നതോടുകൂടി ആ പ്രയാസം പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ മാറഞ്ചേരിയിൽ നിന്ന് താമരശ്ശേരി സെൻറ്ററിലേക്കും മാറാടിയിലേക്കും അതുപോലെ തന്നെ ചേലക്കടത്തേക്കുമുള്ള റോഡ് 6 മീറ്റർ വീതിയായപ്പോൾ അതിൻ്റെ പോസ്റ്റുകൾ മാറ്റിവെക്കുന്നതിനും അത് ടാറിങ്ങിനും വേണ്ടിയിട്ട് 35 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വകയിരുത്തിയത്. ആ പ്രവൃത്തി പൂർത്തീകരിച്ചു. അതുപോലെ MLA ഫണ്ടിൽ നിന്ന് വകയിരുത്തിയ 30 ലക്ഷം രൂപ കൊണ്ടാണ് നമ്മൾ താമരശ്ശേരി സെൻറ്റർ അതുപോലെ മാറാടി വരെയുള്ള ഭാഗത്തിൻ്റെ ടാറിങ് പൂർത്തീകരിച്ചത്. ഇനി താമരശ്ശേരി സെൻറ്റർ മുതൽ കടവ് വരെയുള്ള ചേലക്കടവ് വരെയുള്ള ഭാഗത്തെ പോസ്റ്റ് മാറ്റിവെക്കുന്നതിന് വേണ്ടി നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി 3.7 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്, വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ MLA ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് അതിൻ്റെ റീടാറിങ്ങിന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുള്ളത്. വാർഡിൻ്റെ തുടർ വികസനമാണ് നമ്മുടെ കാര്യപരിപാടി. അതാണ് നമ്മുടെ അജണ്ട. ആദ്യമായിട്ട് നമ്മുടെ മാറാടി പാലം വർഷക്കാലമായിട്ടുണ്ടെങ്കിൽ 1 മാസത്തോളം ഏതാണ്ട് വെള്ളത്തിനടിയിൽ പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി 2023-24 ബഡ്ജറ്റിൽ 1 കോടി രൂപയാണ് പാലത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അനുവദിച്ചത്. പിന്നീട് മണ്ണ് പരിശോധന നടന്നപ്പോൾ അവിടെ മറ്റ് സമഗ്രമായിട്ടുള്ള ഒരു പാലത്തിൻ്റെ നിർമ്മിതി വേണമെന്നുള്ള കാര്യം വരികയും അങ്ങനെ ഏതാണ്ട് 4.35 ലക്ഷം രൂപയുടെ ഒരു ഫൈനാൻസ് അംഗീകാരത്തിന് വേണ്ടിയിട്ട് പദ്ധതി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ കണ്ടഞ്ചിറ റോഡ് അതിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അരങ്കുളത്തിൻ്റെ വികസനം നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സമഗ്രമായ വികസന പദ്ധതികൾ നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഇവിടുത്തെ യുവാക്കളെ മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു PSC കോച്ചിങ് സെൻറ്റർ നമ്മുടെ വാർഡിൽ തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിന് ഗൈഡ് ലൈൻസ് നൽകുന്നതിന് വേണ്ടി ഒരു പഠന കേന്ദ്രം മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് പരിചയമുള്ള ഒരാളെന്ന നിലയിൽ അത് ചെയ്ത് ഇവിടെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഈ വാർഡിൽ ഒരുപാട് സ്ത്രീ വോട്ടർമാരുണ്ട്. അവർക്കൊക്കെ അതിൽ പലർക്കും തയ്യൽ അറിയുന്നവരാണ്. ഏതെങ്കിലും വൻകിട വസ്ത്രനിർമ്മാണ കമ്പനികളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു വസ്ത്രനിർമ്മാണ യൂണിറ്റ് വാർഡിലെ എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തി തയ്യൽ അറിയുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ അവിടെ തന്നെ വീട്ടമ്മമാർക്ക് തയ്യൽ പഠിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്നു. ആ നിലയിൽ വികസനവുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. യോഗ ക്ലാസ് പഞ്ചായത്തിലെ മദ്രസയിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇനി വനിതകൾക്ക് കൂടി ഉപയുക്തമാവുന്ന രീതിയിൽ നമുക്ക് ഒരു ഓപ്പൺ ജിംനേഷ്യം വാർഡിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് തുടങ്ങണമെന്നുള്ള ഒരു പദ്ധതിയും നമ്മുടെ മനസ്സിലുണ്ട്. വാർഡിലെ ഗതാഗത സൗകര്യങ്ങൾ ഏറ്റവും വികസിപ്പിക്കുന്നതിനുള്ള എല്ലാവിധ പദ്ധതികളും നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ പോലമ്പ് പാലം വരുന്നതോട് കൂടിയിട്ട് മാറാടി പാലത്തിൻ്റെ വികസനവും വരുന്നതോടെ വാർഡിലൂടെ ഒരു ബസ് റൂട്ട് ചങ്ങരംകുളത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ മുല്ലപ്പള്ളി മല റോഡിൻ്റെ പൂർത്തീകരണവും നമ്മുടെ വികസന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. പ്രിയമുള്ളവരെ, 10ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായിട്ട് ഈ വികസനങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ തിരഞ്ഞെടുപ്പ് അടയാളമായ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ കൂടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സഖാവ് സീനത്ത് ടീച്ചറും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് സഖാവ് ഷാജിറ മനാഫും അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് മത്സരിക്കുന്നുണ്ട്. അവരെ കൂടി വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.